ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് ഭരണി നക്ഷത്രത്തെ പറ്റിയാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. ഭരണി നക്ഷത്രം എന്ന് പറഞ്ഞാൽ കാലേക്രത്തിൻ്റെ ഒന്നാമത്തെ കള്ളിയിൽ 13 ഡിഗ്രി മുതൽ സ്റ്റാർട്ട് ചെയ്യും. അപ്പം പൊതുവേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ധൈര്യശാലികളാണ്, ഭയങ്കര ധൈര്യശാലിയാണ്, നല്ല നിഷ്കളങ്കളായിട്ടുള്ള ആൾക്കാരാണ്, എന്തും തുറന്നു പറയുന്ന ഒരു സ്വഭാവമാണ്. അതുകൊണ്ട് തന്നെ ഈ തുറന്നു പറച്ചില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ട് തന്നെ ആൾക്കാർക്ക് പലർക്കും ഇവരെ ഇഷ്ടമല്ല, ഫ്രണ്ട്സ് കുറവാണ്. പിന്നെ ഇവർക്ക് വേറൊരു പ്രശ്നം വന്നു എന്തിൻ്റെ ഒരു കുറ്റവും കുറവും കണ്ടുപിടിക്കുക, അതിൻ്റെ വേറൊരു ബാക്ക് സൈഡ് എന്താണെന്നുള്ള കണ്ടുപിടിക്കാനുള്ള ഒരു ത്വര. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫ്രണ്ട്സ് കുറവായിരിക്കും. ശക്തമായ നേതൃപാഠമുള്ളവരാണ്, വിവേകശാലികൾ, ബുദ്ധിശാലികളാണ്. പക്ഷേ ഈ ബുദ്ധിയൊന്നും ഇവർ പലപ്പോഴും ഉപയോഗിക്കുന്നില്ല. കാരണം ഇവർ പൊതുവെ വളരെ മടിയന്മാരായിട്ട് വരികയാണ്, മടിയന്മാരാണ്. ഇപ്പോൾ സപ്പോസ് കാർൽ മാർക്സ് ഒക്കെ ഈ ഇതിൽപ്പെട്ടതാണ്. അതൊക്കെ കാർൽ മാർക്സ് മടിയനല്ല. കാർൽ മാർക്സ് എന്ന് പറഞ്ഞാൽ ഈ ഭരണി നക്ഷത്രത്തിൽ വന്ന ഭയങ്കര ഫേമസ് ആണ്. കാരണം കാർൽ മാർക്സ് ഒക്കെ ഇത് ഉപയോഗിച്ചു, അവരുടെ ആ എഫിഷ്യൻസി യൂസ് ചെയ്തുകൊണ്ട് മിടുക്കരായി. അപ്പം എല്ലാ കൊണ്ടും വിവേകശാലികളും കഴിവും തൻ്റെയും കാര്യപ്രാപ്തിയും കാര്യഗൗരവവും എല്ലാം ഉള്ളവരാണ്. പക്ഷെ അത് ജീവിതത്തിൽ പലപ്പോഴും ഉപയോഗിക്കുന്നില്ല ഈ മടി കാരണം. ഭരണി ഒന്നാം പാദത്തിൽ ജനിച്ചവർ 13 ഡിഗ്രി മുതൽ 16 ഡിഗ്രി വരെ, 13 മുതൽ 16 ഡിഗ്രി വരെ ഭരിക്കുന്ന ഗ്രഹം ഇവിടെ സൂര്യനാണ് ഭരിക്കുന്ന ഗ്രഹം. ചിങ്ങരാശിയാണ്. അതേമാതിരി നല്ല സ്വാർത്ഥരായിട്ടുള്ള ഇച്ഛാശക്തിയുള്ള ആൾക്കാരാണ് ഈ പാദത്തിൽ ജനിച്ചത്. സ്വാർത്ഥരാണ്, ഇച്ഛാശക്തിയുള്ളവർ. പാദം 2 ഭരണി 16 മുതൽ 20 ഡിഗ്രി വരെയാണ്. കന്നിയാണ് രാശി. ഭരണം ബുധനാണ് ഭരിക്കുന്ന ഗ്രഹം. പരോപകാരികളാണ്. പാദം 3 20 മുതൽ 23 ഡിഗ്രി വരെ ശുക്രനാണ് ഭരിക്കുന്ന ഗ്രഹം. തുലാൻ രാശി. സമന്വയിപ്പിക്കുക, ആൾക്കാരെ കൂട്ടിയോജിപ്പിക്കുക, അങ്ങനത്തെ ഒരു സ്വഭാവമാണ് ഇവരുടെ ക്യാരക്ടർ പറയുമ്പോൾ. അതേമാതിരി പാദം 4 23 മുതൽ 26 ഡിഗ്രി. ഭരണം ചൊവ്വാണ്. ഇവർക്ക് പൊതുവെ അലങ്കാര വസ്തുക്കളോട് ഇഷ്ടമുള്ള ആൾക്കാരാണ് ഭരണി നക്ഷത്രത്തിൽ വരുന്നത്. ഇത് ഈ ഷെയർ ട്രേഡിങ്ങിന് ഒരു കാരണവശാലും കൊള്ളാത്ത ഒരു നാളാണ് ഭരണി. അതുകൊണ്ട് നിങ്ങൾ ആരെങ്കിലും ഷെയർ ട്രേഡിങ്ങോ കാര്യങ്ങളോ ഉണ്ടെന്ന് ഒരു കാരണവശാലും ചെയ്യല്ല. പ്രത്യേകിച്ച് സർപ്പം ഒന്നിൽ നിന്ന് കഴിഞ്ഞാൽ ഒരു കാരണവശാലും കൊള്ളുകയില്ല. ഇവർ പൊതുവേ നല്ല മുൻകോപക്കാരികളും നല്ല മുൻകോപക്കാരന്മാരും. അതേമാതിരി ഇതിനകത്ത് ലേഡീസ് ഉണ്ട്. ഭരണി നക്ഷത്രത്തിൽ നിന്ന് അവർ ഭയങ്കര എഫിഷ്യൻസ് ആണ്. ചില ആൾക്കാർ പറയാറുണ്ട് ഭരണി നക്ഷത്രം ഇവനെ കൊണ്ട് ഭരണി നക്ഷത്രത്തിൽപ്പെട്ട ഒരു ലേഡീസിനെ ഒരു ആളിനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കണമെന്ന്. എന്ന് പറഞ്ഞാൽ ഭരണിയിലെ ലേഡീസ് വളരെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും. പിന്നെ ഭരണി നക്ഷത്രം എന്ന് പറഞ്ഞാൽ പൊതുവെ ഫുഡ് റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഡസ്ട്രി ആയിരിക്കും. കാരണം ചന്ദ്രൻ നിൽക്കുന്നതുകൊണ്ട് തന്നെ ഫുഡ് കൃഷി അങ്ങനെയുള്ള ബന്ധപ്പെട്ട സ്വഭാവമാണ് ഇവർക്ക്. അതുകൊണ്ട് തന്നെ ഫുഡ് വേസ്റ്റ് ആക്കാൻ ഇഷ്ടമില്ലാത്ത ഒരു സ്വഭാവമാണ്. നല്ല ചൂടുള്ള ഭക്ഷണം ഇഷ്ടമാണ്. മാനസികമായിട്ടുള്ള പ്രശ്നമുള്ള ആരെങ്കിലും ഫാമിലിയിൽ ഉണ്ടായിരിക്കാൻ സാധ്യതയുണ്ട്. കാരണം ഈ ചന്ദ്രന്റെ റേഡിയേഷൻ ഉള്ളതുകൊണ്ട്. അതേമാതിരി വീട്ടിൽ ഫാമിലിയിൽ ആരെങ്കിലും സൂയിസൈഡ് ചെയ്തിട്ടുള്ളതായിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് ഉള്ളവരുണ്ട്. പിന്നെ അതേമാതിരി കണ്ണിൻ്റെ ഒരു കണ്ണിന് ചെറിയ കാഴ്ചയോടെ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. ഒരു ലഗ്നത്തിൽ ചന്ദ്രൻ നിന്ന് കഴിഞ്ഞാൽ ഇവർക്ക് ഭരണിയുടെ റേഡിയേഷന് ഭരണിക്ക് ചന്ദ്രന്റെ റേഡിയേഷൻ ഉണ്ടെന്നാണ്. അപ്പം അങ്ങനെയുള്ള ആൾക്കാരെ ഫുഡ് ഇൻഡസ്ട്രി, കൃഷി ഇങ്ങനെയുള്ള ഇതിനോട് താല്പര്യം കൂടുതലായിരിക്കും. അതേമാതിരി ലഗ്നത്തിൽ രവി അതായത് സൂര്യൻ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുടെ അച്ഛൻ്റെ DNA കണക്റ്റഡ് ആയിരിക്കും. അതേമാതിരി ശുക്രൻ നിന്ന് കഴിഞ്ഞാൽ 1 അതായത് ഇതിൻ്റെ ലഗ്നത്തിൻ്റെ കൂടെ 1 നിന്ന് കഴിഞ്ഞാൽ ശുക്രൻ നിന്ന് കഴിഞ്ഞാൽ കല്യാണം കഴിക്കുന്ന ഭരണിയുടെ കല്യാണം കഴിക്കുന്ന ലേഡീസിന് ഭരണിയുടെ റേഡിയേഷൻ കാണും. അപ്പം അതേമാതിരി ഓരോ കള്ളിയിലും അതായത് 12 ഇതാണല്ലോ ഉള്ളത്, 12 കള്ളികളാണല്ലോ ഉള്ളത്. അപ്പോൾ ഓരോ ഇതിനകത്തും ഓരോ ഗ്രഹങ്ങൾ വന്നു കഴിഞ്ഞാൽ അതിനനുസരിച്ച് വ്യത്യാസം വരും. ഇതിപ്പം ലഗ്നത്തിന്റെ കാര്യം മാത്രമാണ് പറഞ്ഞത്. ഇപ്പം അതേമാതിരി ലഗ്നത്തില് ഇപ്പം ചന്ദ്രൻ നിന്ന് കഴിഞ്ഞാൽ അമ്മയെ കൊണ്ട് പ്രയോജനം കാണത്തില്ല. അമ്മയുടെ
ഫാമിലിയെ കൊണ്ട് പ്രയോജനം കാണത്തില്ല. അങ്ങനെ ഒരു സംഭവമുണ്ട്. അതേമാതിരി ശനി നിന്ന് കഴിഞ്ഞാൽ ജോലി ചെയ്തിട്ട് ഉപകാരം നിൽക്കില്ല. കാരണം ശനി എന്ന് പറഞ്ഞാൽ ജോബുമായിട്ട് ബന്ധപ്പെട്ട ഗ്രഹമാണ്. അതേമാതിരി ബുധൻ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അനിയത്തിയെ കൊണ്ട് പ്രയോജനമില്ല. ആദ്യത്തെ ബുധൻ എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിക്കേഷൻ അങ്ങനെ ഒരുപാടുണ്ട്. വാട്സപ്പ്, സോഷ്യൽ മീഡിയ, ഫോണായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളാണ്. അപ്പോൾ ഇത് ജനറലായിട്ട് പറഞ്ഞതേ ഉള്ളൂ. അപ്പം പിന്നെ ഇതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലാകാത്ത ആൾക്കാർ ഈ 12 കള്ളിയൊക്കെ പറഞ്ഞ് മനസ്സിലാകാത്തതിൻ്റെ പഴയ വീഡിയോക്കകത്ത് പറഞ്ഞിട്ടുണ്ട്. എന്നാലും ഞാൻ പറയാം 12 കള്ളികളാണ് ടോട്ടൽ ഉള്ളത്. അതിനകത്ത് ഈ കള്ളികൾ നോക്കിയാണ് ഓരോ മനുഷ്യൻ്റെ കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്നത്. അപ്പം ലഗ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ ജനിക്കുന്ന ഒരു സമയത്ത് ലഗ്നം എന്ന് പറയുന്നത്, അതായത് ലാ എന്ന് എഴുതിയേക്കുക. ലാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ജനിക്കുന്ന അതിൻ്റെ ടൈമും പാദവും ഒക്കെ അനുസരിച്ച് അതായത് ഡേറ്റ് ഓഫ് ബർത്ത് വെച്ചിട്ട് അതിൻ്റെ കറക്റ്റ് ടൈം വേണം. ടൈം ഉണ്ടെന്ന വരിയിൽ ഇത് കറക്റ്റ് കണ്ടുപിടിക്കുക. അല്ലെന്നൊരു അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. പിന്നെ പറഞ്ഞിട്ട് അത് തെറ്റിപ്പറഞ്ഞെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കറക്റ്റായിട്ട് നിങ്ങൾക്ക് തന്നെ ഈ പറയുന്ന പല ക്യാരക്ടർ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പം ഇതിനകത്ത് ഇപ്പം നേരത്തെ തന്നെ പറഞ്ഞായിരുന്നല്ലോ, ഇപ്പോൾ സൂര്യൻ്റെ കാര്യം, അച്ഛൻ്റെ ദോഷം, അതല്ല അച്ഛൻ്റെ കാര്യം പറയുന്നത്. സൂര്യൻ എന്ന് പറഞ്ഞാൽ എപ്പോഴും ഇതിനകത്ത് നമ്മൾ ജനിക്കുന്ന സമയത്ത് ഒരു രാശിയിൽ സൂര്യൻ നിൽക്കും, ഒരു രാശിയിൽ ചന്ദ്രൻ നിൽക്കും. പിന്നെ നമ്മുടെ ആത്മാവ് എന്ന് പറയുന്നത് നമ്മുടെ ഗ്രഹം, അതാണ് ലഗ്നം എന്ന് പറയുന്നത്. അപ്പം ചന്ദ്രൻ എപ്പോഴും അമ്മയെ കണക്റ്റാണ്, സൂര്യൻ അച്ഛനെ കണക്റ്റാണ്. ജനിക്കുന്ന നമ്മളെ ലാ എന്ന് പറയും. ലഗ്നം ആത്മാവ് നമ്മുടെ ജനനസമയത്തുള്ള, അതായത് നമ്മൾ ജനിക്കുന്ന ഇതൊരു ഡിഷാൻഡിന്റെ മാതിരി ഈ സൂര്യനും ചന്ദ്രനും പ്രവർത്തിക്കുന്നു. അപ്പോൾ അതിൽ നിൽക്കുമ്പോൾ നമ്മൾ ജനിക്കുന്ന സമയത്ത് ഭരണി എന്ന് പറയുന്ന ഒരു നക്ഷത്രത്തിൽ നമ്മൾ ജനിച്ചെന്ന് പറഞ്ഞാൽ ഭരണിക്ക് ഈ പറയുന്ന ചന്ദ്രന്റെയും സൂര്യന്റെയും റേഡിയേഷൻ കിട്ടും. ആ റേഡിയേഷൻ ഭൂമിയിലോട്ട് അയച്ച് നമുക്ക് ഭൂമി ജന്മം എടുത്ത് ആദ്യത്തെ കരച്ചിലെന്ന് വിചാരിച്ചു ആ ഒരു സമയം മുതൽ നമ്മൾ അതിൻ്റെ ആ ഒരു സ്റ്റാറിന്റെ റേഡിയേഷനിൽ പെട്ടതാണ്. ആ സ്റ്റാറാണ് നമ്മുടെ ഡെയിലി ലൈഫിലെ ആക്ടിവിറ്റികളും കാര്യങ്ങളും എല്ലാം കൺട്രോൾ ചെയ്യുന്നത്. പിന്നെ ബാക്കി നമ്മുടെ എഫോർട്ട്, നമ്മൾ ഇപ്പോൾ അവിടെ കിടന്ന് ഉറങ്ങിയെടുത്ത് പണിയൊന്നും ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ നമുക്ക് പോസിറ്റിവിറ്റി ആയിട്ട് എല്ലാം നമുക്ക് താൻ ബാധി ദൈവം ബാധി എന്ന് പറഞ്ഞ മാതിരി നമുക്ക് ഈ പ്രപഞ്ചം എന്ന് പറഞ്ഞാൽ ഒരു സപ്പോർട്ട് ഒരു പരിധി വരെ ചെയ്യുന്നത് കൂടാതെ നമ്മുടെ ഹാർഡ് വർക്കും കാര്യങ്ങളും കൊണ്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മാറ്റാം. ഇപ്പം കല്യാണം കഴിക്കണ്ടെന്ന് ഒരാൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ കല്യാണം കഴിക്കണ്ട. അപ്പം അതിനിപ്പം ഇതിന് ഈ ഇങ്ങനെയുള്ള ജ്യോതിഷത്തിന് അല്ലെന്ന് ഒരു MD ഒന്നും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മളെന്ന് പറഞ്ഞാൽ ഈ ഇവിടുത്തെ പല ജ്യോതിഷന്മാരും പറയുന്ന മാതിരി ഒപ്പിച്ചു വെക്കുന്നതല്ല. നിങ്ങൾ ഓരോ കാര്യങ്ങളെല്ലാം ഇപ്പം ഇത് കേട്ട് കഴിയുമ്പോൾ മനസ്സിലാവും, ഡീറ്റെയിൽഡ് ആയിട്ടാണ് കാര്യങ്ങൾ പറയുന്നത്. അപ്പം എത്ര ആൾക്കാർ ഇങ്ങനെ പറയുന്നുണ്ടോ നോക്കിയോ, അപ്പം അത് കഴിഞ്ഞിട്ട് പറയുക. അതേമാതിരി ഞാൻ പ്രത്യേകിച്ച് പറയാം, നിങ്ങൾ ഒരു കാരണവശാലും 1 രൂപ കൊടുത്ത് ഒരാൾക്ക് ഒരു കർമ്മം ചെയ്യാൻ പോകല്ലേ. കാരണം നമ്മുടെ പ്രശ്നങ്ങൾ നമുക്കേ മാറ്റാൻ പറ്റുള്ളൂ. അങ്ങനെയുള്ള ഈ ജ്യോതിഷന്മാർ മാറ്റാൻ ചില ആൾക്കാരുണ്ട്. 50,000 25,000 പൂജ ചെയ്ത് മറ്റേത് ചെയ്ത് അത് വെറുതെ മണ്ണത്തിന് അങ്ങനെ 1 രൂപ പോലും ഒരാൾക്കും കൊടുക്കല്ല. പിന്നെ മാറ്റാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാറ്റാൻ പറ്റും. അത് നമുക്ക് തന്നെ മാറ്റാൻ പറ്റും. നമ്മൾ സപ്പോസ് ദാനം ചെയ്യും. അപ്പോൾ ബുധമണ്ഡലത്തിന്റെ പ്രശ്നമുണ്ടെങ്കിൽ ബുധനുമായിട്ട് ബന്ധപ്പെട്ടതെന്ന് പറഞ്ഞാൽ അവർ ഈ എന്താ പറയുക വാട്സപ്പ് സോഷ്യൽ മീഡിയ ആക്ടിവേറ്റ് ചെയ്യുക. അല്ലെന്ന് വെച്ചാൽ കുട്ടികൾക്ക് ഇങ്ങനെ അത് ഗുരുമായിട്ട് പ്രശ്നമുണ്ടെങ്കിൽ കുട്ടികൾക്ക് ദാനം കൊടുക്കുക. എന്തെങ്കിലും ചെറിയ സാധനങ്ങൾ, ഫുഡോ എന്തെങ്കിലും ലെറ്റ് പെൻസിൽ ഇങ്ങനെ അവരവരുടെ കുട്ടികളോ അങ്ങനെയല്ല ബന്ധപ്പെട്ട കുട്ടികളോ വെറുതെ അല്ല ഉള്ള കുട്ടികൾക്ക്. അങ്ങനെ ഇതിനകത്തെല്ലാം നമുക്ക് തന്നെ സൊല്യൂഷനുണ്ട്. ബുധന് അതേമാതിരി അന്ന് പറഞ്ഞ മാതിരി അതിന് നമുക്ക് സൊല്യൂഷനുണ്ട്. അതേപോലെ ചന്ദ്രന്റെ പ്രശ്നമാണ്, അതിന് ഫുഡ് കൊടുക്കുക. അപ്പം അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട്. ഓരോ ഗ്രഹത്തിന്റെ പോസിറ്റീവ് ആക്കാനും കാര്യം നമ്മൾ ജനിക്കുന്നത് സമയത്ത് നമുക്ക് ഈ നമ്മുടെ അച്ഛൻ്റെ അമ്മയുടെ റേഡിയേഷൻ കൊണ്ട് നമ്മുടെ ഫാമിലിയിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ അതെല്ലാം നമുക്ക് അടുത്ത തലമുറയിലോട്ട് കൈമാറപ്പെടും. അപ്പം നമ്മൾ അതുകൊണ്ടാണ് ഈ സൽക്കർമ്മം ചെയ്യുക എന്ന് പറയുന്നത്. ഇപ്പം നിസ്സാരം നിങ്ങൾ ഇത്രയൊന്ന് വിചാരിച്ചാൽ മതി. ബ്ലേഡ് കമ്പനി നടത്തുന്നുണ്ടല്ലോ. അപ്പം മുത്തൂറ്റ് ഉൾപ്പെടെ ഗോകുലം ഗോപാല എവിടെ എന്ത് പറയാനോ ഓരോ ഞാൻ വ്യക്തിപരമായിട്ട് എടുത്ത് പറയുന്നത് ശരിയല്ല. എന്നാലും പറയാം, ഈ ബ്ലേഡ് കമ്പനി ഇപ്പം എന്ത് ലാഹല്ലിയുടെ നിങ്ങൾ നോക്കൂ, 2 കുട്ടികളുടെ അടുത്ത് മരിച്ചു. അങ്ങനെ മുത്തൂറ്റ് നോക്കി ഈ ഫാമിലി പോലും ആൾക്കാരുടെ ഫ്ലാക്ക് നോക്കി ഇതെന്ന് പറഞ്ഞാൽ കുഞ്ഞുകളിയല്ല, ഇത് ദൈവമെന്ന് പറഞ്ഞ ഒരു ക്രിയേറ്റർ. ഈ ഇപ്പൊ ശിവനും യേശുക്രിസ്തുവും അല്ലെന്നൊരു മുഹമ്മദ് നബിയും അങ്ങനല്ലാതെ ഇതിനും മേളിൽ വേറൊരു ശക്തിയുണ്ട്. അപ്പൊ അതാണ് ഈ ലോകത്തെ കൺട്രോൾ, പ്രപഞ്ച ശക്തികൾ.
ആ പ്രപഞ്ചത്തെ മനുഷ്യനെ തന്നെ പല കാര്യത്തിലും ആക്ടിവേറ്റ് ചെയ്തിട്ട് നമ്മുടെ സൂപ്പർ കോൺഷ്യസ് പവറും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഉപയോഗിക്കാൻ പറ്റും. ഇപ്പം തന്നെ സിദ്ധന്മാരെ 18 സിദ്ധന്മാർ, ഓരോ സിദ്ധന്മാർക്കും എന്ന് പറഞ്ഞാൽ ഒരുപാട് വർഷങ്ങൾ, നൂറ്റാണ്ടുകൾ അല്ല തപസ് ചെയ്ത് അവർ കർമ്മം നേടിയതാണ്. അങ്ങനെയുള്ള ആൾക്കാരുള്ള അവർക്ക് പണ്ട് ഇവിടുത്തെ ഈ ഇന്ത്യയിലെന്ന് പറഞ്ഞാൽ ഇത്രയും അറിവിന്റെ സമ്പത്തുള്ള ഒരു രാജ്യം ലോകത്തിലെങ്ങുമില്ല. ലക്ഷക്കണക്കിന് ആയിരക്കണക്കിന് വർഷം പഴക്കമുള്ള പാരമ്പര്യമുള്ളതാണ് ഇന്ത്യ എന്ന് പറയുന്നത്. ഇപ്പം യൂറോപ്യൻ കണ്ടുള്ള ആൾക്കാർ അല്ല അമേരിക്ക, ഇവർക്കൊക്കെ ഒന്നും ഹിസ്റ്ററി ഇല്ല, ഒന്നുമില്ല എടുത്ത് പറയാനായിട്ട്. അമേരിക്ക അതൊക്കെ എന്ന് പറഞ്ഞാൽ പണ്ട് UK എന്നൊക്കെ നാട് കടത്തിയിട്ട് കൊണ്ടുവന്നിട്ടുള്ള ആൾക്കാരാണ്. അങ്ങനെ അവർ പോയിട്ട് അവരുടെ സാമ്രാജ്യം വെട്ടിപ്പത്ത് സ്വന്തമായിട്ട് ഇപ്പം എന്താ പെട്രോളിയത്തിന്റെ കാര്യം അവരുടെ പറഞ്ഞു കഴിഞ്ഞാൽ വലിയ രസമാണ്, സ്വന്തമായിട്ട് നോട്ടടിച്ചിറക്കുക. അതേമാതിരി ഈ ഭരണി നക്ഷത്രക്കാർക്ക് പൊതുവെ ഫാമിലിയിൽ കുലദൈവമായിട്ട് പ്രശ്നം വരാൻ, അങ്ങനെ കുലദൈവ പ്രശ്നം അങ്ങനെയൊക്കെ വരാറുണ്ട്. പിന്നെ ഇവർക്ക് ഈ നക്ഷത്രക്കാർ ഒരു കാരണവശാലും പാർട്ണർഷിപ്പ് ബിസിനസ്സിന് കൊള്ളത്തില്ല. പിന്നെ ഇവർക്ക് ചെറുതായിരിക്കും തോന്നി ശ്വാസം മുട്ടലെ അങ്ങനെ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഇവരെ കല്യാണം കഴിച്ചു കഴിയുമ്പോഴത്തേന് ഒരു വർഷത്തിനിടയ്ക്ക് അല്ലെ ഒരു വർഷത്തിന് മുമ്പോ അതിനും അത് കഴിഞ്ഞിട്ടോ ഇവർക്ക് ഒരു വീട്ടിലൊരു ഫാമിലിയിൽ എന്തെങ്കിലും ഒരു മരണം സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ഇതിന്റെ റേഡിയേഷൻ ഒന്നും അരിയാണ്. പിന്നെ ഇവർക്ക് പൊതുവെ വലിയ ഇൻവെസ്റ്റ്മെന്റിന് പറ്റിയ ഒരു നാളല്ല. അതുകൊണ്ട് നിങ്ങൾ പൊതുവെ ഒത്തിരി ഇൻവെസ്റ്റ്മെന്റോ അങ്ങനെ കാര്യങ്ങളോ ഒഴിവാക്കുന്നതാണ് നല്ലത്. അത് വല്ലവരും കൊണ്ട് അനുഭവിക്കത്തുള്ളൂ. അതുകൊണ്ട് പിന്നെ ഇവർക്ക് പൊളിറ്റിക്സിനോട് താല്പര്യമില്ല. പിന്നെ 27 വയസ്സ് കഴിയുമ്പോഴത്തന്നെ ഇവർക്ക് എന്തെങ്കിലും ഒരു മാറ്റം വരും. പിന്നെ ഇതേമാതിരി ഇവരുടെ ബോഡി ഒരു ഹോട്ട് ബോഡി ആയിട്ടുള്ള നേച്ചർ ആയതുകൊണ്ട് വേറെ ലേഡീസുമായിട്ടൊക്കെ കല്യാണം കഴിഞ്ഞാലും ഒരു പ്രണയവും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇവർക്ക് അതേമാതിരി റോസാ ഫ്ലവർ ഇഷ്ടമാണ്. മന്ത്രങ്ങളൊക്കെ പഠിക്കാൻ ഇഷ്ടമുള്ള ഒരു ക്യാരക്ടറാണ്. അങ്ങനെ പലരും ഈ ഒരു റേഡിയേഷൻ ഉള്ള ആൾക്കാർ മാന്ത്രികമായിട്ട് ബന്ധപ്പെട്ടതോ അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. പിന്നെ ഇത് ചിലപ്പോൾ അതേമാതിരി എന്തെങ്കിലും നമുക്കൊരു അർജന്റ് ഒരു നല്ലൊരു തീരുമാനം എടുക്കണമെന്ന് വെച്ചു ഇവർ പൊതുവേ എന്ന് പറഞ്ഞാൽ ഉച്ച കഴിഞ്ഞിട്ട് തീരുമാനം എടുക്കത്തുള്ളൂ. അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്. അപ്പം അതേമാതിരി ഇവരിപ്പം മുടി വെട്ടുന്ന ആൾക്കാരെ ഇവർക്ക് ഒന്ന് വീട്ടിൽ വന്ന് മുടി വെട്ടുന്ന പ്രശ്നമുള്ളതുകൊണ്ട് ഇത് ഇലക്ട്രിസിറ്റിയുമായിട്ടുള്ള പ്രശ്നം, ഒന്ന് ട്യൂബ് ഇടയ്ക്ക് ഫ്ലിക്കർ അടിച്ച് ഇത് പോവുക, അങ്ങനെ പ്രശ്നങ്ങളുണ്ട്. അതേമാതിരി ഇവർ പൊതുവേ എന്ന് പറഞ്ഞാൽ റോഡ് സൈഡിൽ വീട് വെച്ചിട്ട് താമസിക്കുന്നവരാണ്. അതേമാതിരി ഇച്ചിരി മേളിൽ ഹൈറ്റുള്ള 2ാമത്തെ നിലയിലോ അല്ലെങ്കിൽ ഇച്ചിരി ഹൈറ്റുള്ളിടത്ത് താമസിക്കുന്ന ഒരു നേച്ചറാണ്. പിന്നെ അതേമാതിരി ഇവരുടെ വീടിനടുത്ത് കുളമോ പുഴകളോ അല്ലെന്നിരിയിൽ തോട്, മിക്കവാറും ഇവരുടെ മുമ്പിൽ വീടിന്റെ അടുത്ത് തോടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. ഒരു 90% കൂടുതലുള്ള ആൾക്കാർ. ഇത് നിങ്ങൾ നോക്കി എല്ലാം നോക്കി, ഇത് തെറ്റാണെങ്കിലും ശരിയാണെങ്കിലും നിങ്ങൾ കമന്റ് ചെയ്യണം. ഇങ്ങനെ ഒരു എന്ന് പറഞ്ഞാൽ വെരി റെയറാണ് നിങ്ങൾക്ക് ഇത്ര ഡീറ്റെയിൽ ആയിട്ടുള്ള ഇൻഫർമേഷൻ കിട്ടുന്നത്. ഭരണി നക്ഷത്രമാണോ നിങ്ങൾ അത് കേട്ടിട്ട് നിങ്ങൾ കമന്റ് ചെയ്യുക നിങ്ങളുടെ അനുഭവം. അല്ലെന്ന് വലിയ ആണോ അല്ലയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കും അതേപ്പറ്റി കൂടുതൽ പഠിക്കാൻ പറ്റുമല്ലോ. അപ്പോൾ അതൊന്ന് നോക്കാം. പിന്നെ ഇവര് പൊതുവെ എന്ന് പറഞ്ഞാൽ ഇവർക്ക് ബാമ്പു, നമ്മുടെ മുള അങ്ങനെയൊക്കെ ഉള്ളത് വീട്ടിൽ വെച്ച് നട്ടുപിടിപ്പിക്കുന്ന ഇഷ്ടമാണ്. പിന്നെ ഇവർക്ക് എന്തെങ്കിലും ഒരു ജീവിതത്തിൽ എന്തെങ്കിലും ഒരു നല്ലൊരു അപകടവും സംഭവിച്ച് പേടിച്ചു പോയതായിട്ടുള്ള പല ആൾക്കാരുണ്ട്. അങ്ങനത്തെ ഒരു അനുഭവമുണ്ട്. അതേമാതിരി ഇവരുടെ അമ്മയ്ക്ക് എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നം കാണും. ഒന്ന് മെലിഞ്ഞായിരിക്കും, ഹൈറ്റ് കുറവായിരിക്കും. അങ്ങനെ ഒരു പൊതുവെ ഇവരുടെ അമ്മയ്ക്ക് എന്തോ ഒരു പ്രശ്നമുണ്ട്. അതേമാതിരി അച്ഛന് പെരുവിരലിന്റെ വിരൽ മുറിഞ്ഞു പോകും. അല്ലെങ്കിൽ പണ്ട് കാല ആൾക്കാരുണ്ട് ഇങ്ങനെ നഖം ഇങ്ങനെ വിറയല്, അങ്ങനെ ആ ഒരു കാലുമായിട്ടൊരു ചെറിയ ഇതുമായിട്ടുള്ള പ്രശ്നം പൊതുവെ കണ്ടിട്ടുണ്ട്. ഞാൻ തന്നെ കണ്ടിട്ടുണ്ട് അത് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഈ ചെയ്യുമ്പോൾ ഇതൊക്കെ പലതും കറക്റ്റായിട്ട് ബന്ധപ്പെട്ട സംഭവമാണ്. പിന്നെ ഇലക്ട്രിസിറ്റിയിട്ട് ബന്ധപ്പെട്ട പ്രോബ്ലം ഉണ്ടായിരിക്കുമെന്ന് പറഞ്ഞു. അതേപോലെ വീട്ടിൽ മാന്ത്രികമായിട്ട് ബന്ധപ്പെട്ട കഴിവുകളുള്ള ആൾക്കാർ കാണും. ഭരണി സ്ത്രീകൾ പൊതുവെ നല്ല എഫിഷ്യൻ്റ് ആയിരിക്കും എന്നുള്ളത് പറഞ്ഞു. പിന്നെ കൂടുതൽ ഇവര് മിക്കവാറും ആൾക്കാരെ സ്വന്തമായിട്ട് ബിസിനസ് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പം ഇവർക്ക് വെളിയിൽ പോയിട്ട്, കാരണം ഇവർ ഈ ഒരു ക്യാരക്ടറും കാര്യമാണ് ആൾക്കാരെ മൈൻഡ് ചെയ്യുന്നതോ അങ്ങനത്തെ ഒന്നും സ്വഭാവമല്ലാത്തതുകൊണ്ട്. അപ്പം തന്നെ നിസാരം കൂട്ടത്തിൽ അങ്ങ് പറയാൻ, ഇപ്പം നമ്മൾ നോക്കിക്കോ, നമ്മളിപ്പോൾ പോലീസുകാരെ അല്ലെന്നൊരു SI പോലീസുകാരെ
അല്ലെന്നേരിയിൽ നമ്മുടെ പൊളിറ്റീഷ്യൻസ്, വക്കീലന്മാർ, ഇങ്ങനെ വല്ലെന്നേരിയിൽ ചില ഉണ്ടല്ലോ ബിസിനസ്സുകാർ, ബിസിനസ്സിൻ്റെ കമ്പനി ഓണേഴ്സ്, കമ്പനി മാനേജേഴ്സ്, ഇങ്ങനെ അല്ല ഡോക്ടേഴ്സ്, ഡോക്ടർ പിന്നെ ഇത് ഡോക്ടറിൻ്റെ ഓരോട്. അപ്പം ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂര്യൻ്റെ കർമ്മയിൽപ്പെട്ട സൂര്യൻ്റെ റേഡിയേഷൻ ഉള്ളതുകൊണ്ട് അതാണ് അവർക്ക് ആ ഒരു സംഭവം. ഇപ്പം ഡോക്ടറാണെന്നൊരു ഇപ്പം ഓരോ ഡോക്ടറിനും ഓരോ ഇപ്പം ചന്ദ്രൻ പ്ലസ് സൂര്യൻ വന്നു കഴിഞ്ഞാൽ അവർ മെന്റൽ ഡോക്ടർ ആകും. അങ്ങനെ നമുക്ക് ഒത്തിരി കോംപ്ലിക്കേറ്റഡ്. ഇത് പറഞ്ഞാൽ നിങ്ങൾ ഒരു കണക്കിന് ഇൻട്രസ്റ്റ് വേണം, പഠിച്ച് വരാൻ ഇൻട്രസ്റ്റ് ഉണ്ട്. ഭയങ്കര ബെസ്റ്റ് സബ്ജക്റ്റാണ്. നമ്മളെത്ര പഠിക്കുന്നതോറും രസമായിട്ട് പഠിക്കുക. പക്ഷേ ഇവിടുത്തെ പല ജ്യോതിഷന്മാരും നമ്മളെ പറഞ്ഞ് തെറ്റിക്കുന്ന കാര്യങ്ങൾ അറിഞ്ഞുകൂടാത്ത രീതിയിൽ കോംപ്ലിക്കേറ്റഡ് ആക്കുന്നത്. പക്ഷെ നിങ്ങളായാലും ഇത് പഠിച്ചു കഴിഞ്ഞാൽ പറയുമായിരുന്നു. അതുപോലെ നിങ്ങൾക്ക് ഒരു റൈറ്റ് ചോയ്സ് വേണം, കിട്ടാൻ പഠിക്കാനുള്ള നല്ല ഒരു ഗുരു വേണം. അല്ലാതെ ചുമ്മാ പോയിട്ട് പഠിച്ചിട്ടുള്ള എന്നൊരു ഇവിടുത്തെ സാധാരണ ജ്യോതിഷന്മാർ ഏകത പൂക്കാന്നറിയാതെ ജീവിക്കാൻ വേണ്ടി അങ്ങനെ കുറേ ആൾക്കാരുണ്ട്. ഞാൻ എല്ലാവരും കുറ്റം പറയുമല്ല. പിന്നെ ഒന്ന് മനസ്സിലാക്കുക, ഒരു സത്യമുണ്ട്, ഒരു ശാസ്ത്രമുണ്ട്, വലിയൊരു ശാസ്ത്രമാണ്. ഞാനുണ്ടാക്കിയതല്ല. ഇതെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ വർഷങ്ങൾ തപസ്യ കൊണ്ട് ഇവിടുത്തെ നമ്മളെ ഗുരുക്കന്മാർ പലരും ഉണ്ടാക്കി വെച്ച ഒരു സംഭവത്തിന്റെ നമ്മൾ അതിന്റെ കറക്റ്റായിട്ടുള്ള റൂട്ട് കൊണ്ടുവന്നത് ഒരു ഓരോ സ്റ്റാറാണ്. അപ്പോഴും അതിന്റെ ഇതിന്റെ ഓരോ ഗ്രഹങ്ങളുടെ മാറ്റത്തിനനുസരിച്ച് ആ കാര്യങ്ങളെ നമുക്ക് കണക്കൂട്ടി കറക്റ്റ് പറയാം. ഇപ്പൊ നമ്മുടെ കുട്ടികളെ എന്ത് പഠിപ്പിക്കണം, അല്ലെ കുട്ടികളുടെ സ്റ്റാർ നോക്കിയിട്ട് ഇവരെ എന്ത് പഠിപ്പിക്കണം, അല്ലെന്നതിന് നമ്മളെ ജനിക്കുന്ന ആ കുട്ടി ഇന്ന എന്തെങ്കിലും അവർക്കല്ല എന്തെങ്കിലും ദോഷങ്ങളുണ്ടോ, അങ്ങനെ അപ്പൊ ഒരുപാട് കാര്യങ്ങൾ പറയാൻ പറ്റും. പിന്നെ പഠിപ്പിക്കുന്നത് നമ്മൾ അത് കൊച്ചിലെ മുതൽ നോക്കാം. നമ്മൾ എന്താ പറയുക, നമുക്കൊരു റെമഡീസ് ബെറ്റർ ദാൻ ക്യൂർ എന്ന് പറയുന്നത്. നമ്മൾ കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക, അതനുസരിച്ച് നമ്മൾ പ്രിക്കോഷൻ എടുത്തിട്ട് നമ്മുടെ വി ക്യാൻ പ്ലാൻ ദ ഫ്യൂച്ചർ. അപ്പൊ അത്രയും വിചാരിച്ചാൽ നമുക്ക് പ്ലാൻ ചെയ്തിട്ട് ഫ്യൂച്ചറിൽ നല്ല രീതിയിൽ പോകാൻ പറ്റും. നമ്മൾ കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക. നാളെ ഒരു പ്രശ്നം വന്നിട്ട് ഒരു പ്രശ്നത്തിൽ ചുമ്മാ ചാടിക്കഴിഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും ഞാൻ പറയാം, ഇത് ഏത് ആൾക്കാരും ആയിക്കോട്ടെ പ്രോപ്പറായിട്ടുള്ള പണി അറിയുന്ന ഒരു ആളിനെ അടുത്ത് പോയിട്ട് നോക്കി ഒരു കാര്യങ്ങൾ കണ്ടുപിടിച്ചെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി ബെറ്റർ ഫോർ യു. ഇതെന്ന് പറഞ്ഞാൽ പിന്നെ ഞാൻ പറഞ്ഞ പൈസ കൊടുത്ത് നിങ്ങളെ കർമ്മം മാറ്റാൻ കളിപ്പിക്കുന്ന അടുത്ത് ഇങ്ങനെയുള്ള ആൾക്കാരുടെ അടുത്ത് പോകാതിരിക്കാനും ശ്രദ്ധിക്കുക. അപ്പം ഇതൊക്കെയാണ്. പിന്നെ ഇതിപ്പോ ഓക്കെ, ഇവരെ നന്മ ചെയ്യുന്ന നക്ഷത്രം ഒരുപാടായി സമയം എന്നാലും പറയാം. നന്മ ചെയ്യുന്ന നക്ഷത്രം എന്ന കാർത്തിക, രോഹിണി, രേവതി, ചോതി, പിന്നെ തിരുവോണം, കൊള്ളാം, ചതയം, ഉത്തരാടം, അത്തം, അങ്ങനെ നാളുകളൊക്കെ ഇവർക്ക് നന്മ ചെയ്യുന്ന നക്ഷത്രങ്ങളാണ്. പിന്നെ ഇത്രയും ഇപ്പോൾ ഒരുപാട് ടൈമായി. അതുകൊണ്ട് താങ്ക്സ് ഫോർ വാച്ചിങ്. നിങ്ങൾക്ക് ഇത് ഇഷ്ടമാണെന്നൊരു കമന്റ് ചെയ്യണം. ഒരു കാരണവശാലും മറക്കല്ല, സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം നമ്മൾ ഒരുപാട് ഇപ്പം നോക്ക്, നിങ്ങൾ വിചാരിക്കല്ല ജ്യോതിഷം ഞാൻ ആയാമ മൾട്ടി ടാലന്റാണ് ഞാൻ. എനിക്കിപ്പം അസ്ട്രോളജി, ന്യൂമറോളജി, ഫേസ് റീഡിങ്, പാമിസ്ട്രി, പിന്നെ നമ്മുടെ ഈ സകല സംഭവങ്ങളും ഒരുപാട് കാര്യങ്ങളും എല്ലാം. കാരണം എൻ്റെ ഒരു കൊച്ചിലെ മുതലുള്ള ഇൻട്രസ്റ്റ് ആയിരുന്നു. ഞാൻ ആക്ച്വലി കമ്പ്യൂട്ടർ, ബേസിക്കലി കമ്പ്യൂട്ടർ പ്രോഗ്രാമർ പ്ലസ് ബിസിനസ് ഓണർ. ദെൻ എഗൻ ഐ ആം ടെല്ലിങ് യു, ഇത് എൻ്റെ ഇൻട്രസ്റ്റ് ആണ്, എൻ്റെ ഉപജീവനത്തിനല്ല. പിന്നെ എൻ്റെ ഇൻട്രസ്റ്റ്, എൻ്റെ പാഷന് കാര്യങ്ങള് ഇപ്പൊ തന്നെ നിങ്ങൾ തന്നെ പറയും. ബുധൻ എന്ന് പറഞ്ഞാൽ ബുധന് പറഞ്ഞ അറിവിന്റെ ഗ്രഹം എന്ന് പറയും. എന്റെ ഇതെന്ന് പറഞ്ഞാൽ 3 ബുധനാണ് നടക്കുന്നത്. ആകെ 3 ബുധനേ ഉള്ളൂ. എന്റെ ജന്മത്തിൽ ബുധൻ നിൽക്കുന്നു. പിന്നെ ആ ലഗ്നത്തിലും പിന്നെ അതിന്റെ അഡീഷണൽ ഒരു ബുധനും പിന്നെ ഒരു ബുധനുള്ള എന്റെ കർമ്മസ്ഥാനത്തും ബുധനുണ്ട്. ഞാൻ ഇതിപ്പോൾ എന്താന്ന് പറഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലായി. എന്നാലും ഞാൻ എക്സാമ്പിൾ പറയാം. അപ്പം അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഈ ഇതൊന്നും എന്താ പറയുന്നത് കാട് കയറി അങ്ങ് കാച്ചിക്കളയും അങ്ങനെയുള്ള ഒരു സ്വഭാവമാണ്. എന്നാലും താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ. അപ്പോൾ അതേമാതിരി നിങ്ങൾക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഇതിനകത്ത് ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അസ്ട്രോളജി, ന്യൂമറോളജി, അല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട പഞ്ചപക്ഷി ശാസ്ത്രം, അല്ലെങ്കിൽ മെഡിക്കൽ അസ്ട്രോളജി, പിന്നെ ലാൽ കിതാബ്, KP അസ്ട്രോളജി, അല്ലെങ്കിൽ ബൃഹനാടി, നക്ഷത്രനാടി, അതേമാതിരി റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും പഠിക്കാനോ എടുക്കാനോ അല്ല മൊബൈൽ ന്യൂമറോളജി ഇതുമാതിരി എന്തെങ്കിലും പഠിക്കാൻ താല്പര്യമുണ്ടോ ഇതിനകത്ത് ലിങ്ക് കൊണ്ട് ജോയിൻ ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. പിന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട ആർക്കെങ്കിലും എന്തെങ്കിലും നോക്കാനോ എടുക്കാനോ അപ്പോയിൻമെൻറ്റ് അങ്ങനെ വേണ്ടുന്ന ആൾക്കാരുണ്ടെന്ന് വരില്ല, അതിനും കോൺടാക്ട് ചെയ്യാവുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.